നമുക്കിന്ന് ബ്രെഡും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ 4 ബ്രെഡ് നെയ്ക്കകത്തിട്ട് നല്ല പോലെ തന്നെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. 2 സൈഡും അത്യാവശ്യം നല്ല ബ്രൗൺ നിറമാവുന്ന വരെ വേണം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് നമുക്ക് മാറ്റി വെക്കാം. ഇതേ പാനിനകത്തേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ കോഴിമുട്ടയും ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു കടായി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ സമയം കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്കെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് അത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് അതും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ബ്രെഡും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് അങ്ങ് വേവിക്കേണ്ട, എല്ലാം ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാവുന്നതാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.